എല്ലാവർക്കും അറിയേണ്ടത് മത്തൻ്റെ വിത്ത് അഥവാ പംകിൻ സീഡ്സ് എല്ലാ ദിവസവും കഴിക്കുകയാണെങ്കിൽ അത് നമ്മളുടെ ആരോഗ്യത്തിന് നല്ലതാണോ അല്ലേ? ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയിൽ പംകിൻ സീഡ്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? നിങ്ങൾ പംകിൻ സീഡ്സ് മാത്രം കഴിച്ചാൽ മതിയോ അതോ കംപ്ലീറ്റ് ആയിട്ട് മത്തൻ ഫുള്ളായിട്ട് കഴിക്കുന്നതാണോ നല്ലത്? ഇനി പംകിൻ സീഡ്സ് ആണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ എങ്ങനെ കഴിക്കണം, എത്ര കഴിക്കണം, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫഡി. നമുക്ക് തുടങ്ങാം. നമ്മളുടെ നാട്ടിൽ ഏറ്റവും എളുപ്പത്തിൽ കൃഷി ചെയ്യുന്ന ഒരു പച്ചക്കറിയാണ് മത്തൻ എന്ന് പറയുന്നത്. അതിൻ്റെ സീഡ്സ് മാത്രമല്ല, അതിൻ്റെ ഫ്ലഷ്, അതിൻ്റെ തോല്, പുറമത്തെ പീല്, എല്ലാത്തിലും ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി ഏതൊക്കെ ന്യൂട്രിയൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പംകിൻ മത്തൻ ഫുള്ളായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് പ്രോട്ടീൻസ് കിട്ടും, ആവശ്യത്തിനനുസരിച്ച് കാർബോഹൈഡ്രേറ്റ്സ്, ഫൈബർ ലഭിക്കും. ഇനി അതിൻ്റെ സീഡ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ്. മോണോ അൺസാച്ചുറേറ്റഡും ഉണ്ട്, പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സും അടങ്ങിയിട്ടുണ്ട്. കാരോട്ടിനോയിഡ്സ് അടങ്ങിയിട്ടുണ്ട്, ടോക്കോഫിറോൾസ് അടങ്ങിയിട്ടുണ്ട്. ലോകത്തൊട്ടാകെ പംകിൻ ഉപയോഗിക്കുന്നത് വെറും ഒരു ഭക്ഷണം എന്നുള്ള രീതിയിൽ മാത്രമല്ല, മെഡിസിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സപ്ലിമെൻറ്റ്സ് ഉണ്ടാക്കാനും മരുന്നുകൾ ഉണ്ടാക്കാൻ പോലും പംകിനും പംകിൻ്റെ സീഡ്സും ഉപയോഗിക്കാറുണ്ട്. ഇനി ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സിലേക്ക് വരികയാണെങ്കിൽ, പലതരത്തിലുള്ള റീസെൻ്റായിട്ട് നടത്തിയിട്ടുള്ള സയൻറ്റിഫിക് സ്റ്റഡീസിൽ പറയുന്നത് പംകിനും പംകിൻ സീഡ്സിനും പലതരത്തിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്നാണ്. സ്പെർമറ്റോജെനസിസിൽ സഹായിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പുരുഷന്മാരിൽ സ്പേം ഉണ്ടാക്കാൻ പംകിനും പംകിൻ്റെ എക്സ്ട്രാക്ട്സും പംകിനിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറയുന്നത്. വൂണ്ട് ഹീലിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട്, അതായത് മുറിവ് ഉണക്കാനുള്ള കഴിവും കൂടുതലായിട്ടും പംകിനിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി മൈക്രോബിയൽ, അതായത് മൈക്രോ ഓർഗാനിസംസിനെ നശിപ്പിക്കാനുള്ള കഴിവും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസൊക്കെ വൂണ്ട് ഹീലിങ്ങിനെയും സഹായിക്കുന്നുണ്ട്. ആൻറ്റി ഓക്സിഡേറ്റീവ് പ്രോപ്പർട്ടീസാണ് കാര്യമായിട്ടും ക്യാൻസർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ബ്രസ്റ്റ് ക്യാൻസർ, കോളൻ ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസറിലൊക്കെ ഇപ്പോഴത്തെ സ്റ്റഡീസ് പ്രകാരം പംകിനും പംകിൻ എക്സ്ട്രാക്ട്സ്, പംകിൻ സീഡ്സ് എല്ലാം വളരെയധികം നല്ലതാണെന്നാണ് പറയുന്നത്. ആൻറ്റി അൾസർ പ്രോപ്പർട്ടീസ് ഉണ്ട്. പ്രോസ്റ്റേറ്റിൻ്റെ വീക്കം, ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേഷ്യ എന്ന് പറയും, അത് കാരണം മൂത്ര തടസ്സവും പലതരത്തിലുള്ള സിംറ്റംസും പുരുഷന്മാർക്ക് ഉണ്ടാവാം. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് പോലും പംകിൻ ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് പംകിൻ്റെ കമ്പോസിഷനെ കുറിച്ച് പറയാം. പംകിൻ അല്ലെങ്കിൽ മത്തൻ്റെ പല തരത്തിലുള്ള പാർട്സ് ഉണ്ടെന്ന് നമുക്കറിയാം. അതിൻ്റെ പുറത്തുള്ള പീലുണ്ട്, കവറിങ് ഉണ്ട്, ഉള്ളിലുള്ള ഫ്ലഷ് ഉണ്ട്, പിന്നെ സീഡ്സും ഉണ്ട്. ഇപ്പോഴത്തെ കാലത്ത് സീഡ്സിനാണ് കൂടുതലും ഡിമാൻഡ്സ് വരുന്നത്. സീഡ്സ് എന്ന് പറയുന്നത് അടുത്തൊരു പുതിയ ചെടി ഉണ്ടാക്കാനുള്ള എല്ലാ തരത്തിലുള്ള ന്യൂട്രിയൻസും അടങ്ങിയിരിക്കുന്ന ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ചെറിയൊരു ഫോമാണ്. അതുകൊണ്ട് തന്നെ അതിൽ ലിപ്പിഡ്സ് അല്ലെങ്കിൽ ഫാറ്റിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. നിങ്ങൾക്ക് എനർജിയും ഫൈബറും ഒക്കെയാണ് കൂടുതലായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പംകിൻ ഫുള്ളായിട്ട് തന്നെ കഴിക്കണം. സീഡ്സിൽ എനർജി കിട്ടുന്നത് കുറവാണ്. ഇനി പംകിനിൽ അടങ്ങിയിരിക്കുന്ന മിനറൽസിനെ കുറിച്ച് പറയാം. മെയിനായിട്ടും അടങ്ങിയിരിക്കുന്ന മിനറൽസ് കാൽഷ്യമാണ്, അയൺ ഉണ്ട്, മെഗ്നീഷ്യം ഉണ്ട്, ഫോസ്ഫറസും പൊട്ടാഷ്യവും അടങ്ങിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും സീഡ്സിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ളത് മെഗ്നീഷ്യമാണ്. മെഗ്നീഷ്യം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എല്ലാ ദിവസവും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അത് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് നാച്ചുറലി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വെജിറ്റബിൾ ആണ് പംകിൻ എന്ന് പറയുന്നത്. അത് കംപ്ലീറ്റ് പംകിൻ ആണെന്നുണ്ടെങ്കിലും പംകിൻ സീഡ്സ് ആണെന്നുണ്ടെങ്കിലും മെഗ്നീഷ്യത്തിൻ്റെ അളവ് നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. ഈ കാണിക്കുന്ന ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ പംകിനിൽ അടങ്ങിയിരിക്കുന്ന മിനറൽസിൻ്റെ കമ്പോസിഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, പംകിൻ സീഡ്സ് വെറും 32 ഗ്രാമിൽ അടങ്ങിയിരിക്കുന്ന മിനറൽസിൻ്റെ കമ്പോസിഷനാണ് കാണിച്ചിരിക്കുന്നത്. നേരെ മറിച്ച് കംപ്ലീറ്റ് പംകിൻ്റെ ഫ്ലഷും പീലിൻ്റെ കാര്യത്തിൽ വരുവാണെങ്കിൽ ഓരോ 100 ഗ്രാമിലും എത്ര മിനറൽസാണ് അടങ്ങിയിരിക്കുന്നതെന്നാണ് ടേബിളിൽ കാണിക്കുന്നത്. ഇനി വിറ്റാമിൻസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വിറ്റാമിൻ എ അടങ്ങിയിട്ടുണ്ട്, വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്, ബി വൈറ്റമിൻസ് ആയ B1, B2, B3 ഇതെല്ലാം പംകിനിൽ നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ പംകിൻ്റെ സീഡ്സിലും ഉണ്ട്, ഫ്ലഷിലും അടങ്ങിയിട്ടുണ്ട്. ഇനി വിറ്റാമിൻസും മിനറൽസും എനർജിയും പ്രോട്ടീനും ഒന്നും കൂടാതെ പംകിനിൽ പലതരത്തിലുള്ള ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് അടങ്ങിയിട്ടുണ്ട്. അതും അതിൻ്റെ ഓരോ ഹെൽത്ത് ബെനിഫിറ്റും എന്താണെന്ന് പറയാം. സിയാക്സാന്തിൻ എന്ന് പറയുന്നത് നമ്മളുടെ കണ്ണിൻ്റെ കാഴ്ചശക്തിക്ക് വളരെയധികം നല്ലതാണ്. സിയാക്സാന്തിൻ്റെ പോലെ തന്നെ അതേ റോളുള്ള മറ്റൊരു ബയോ ആക്റ്റീവ് കോമ്പൗണ്ടാണ് ല്യൂട്ടീനും പംകിനിൽ നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. വിഷനും ഐ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാനും ല്യൂട്ടീൻ വളരെയധികം നല്ലതാണെന്നാണ് പറയുന്നത്. ബീറ്റ കരോട്ടീനിൽ നിന്നും പലതരത്തിലുള്ള വിറ്റാമിൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഗാലിക് ആസിഡ് ന്യൂറോപ്രൊട്ടക്റ്റീവ് ആണ്. ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ, അതായത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ദഹനം, നമ്മളുടെ ഗട്ട് മൈക്രോബിയം, ഇതിനൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ ഗാലിക് ആസിഡ് പ്രധാനപ്പെട്ടുള്ള ഒരു കമ്പോണൻ്റ് ആണ്. അതുപോലെ തന്നെ ഗാലിക് ആസിഡ് മെറ്റബോളിക് ഹെൽത്തിനും ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാതെ ഇരിക്കാനും നല്ലൊരു കമ്പോണൻ്റ് ആണെന്നാണ് പറയുന്നത്. ഇത് നല്ല രീതിയിൽ പംകിൻ്റെ പല പാർട്സിലും അടങ്ങിയിട്ടുണ്ട്.
ഇത് മാത്രമല്ല പലതരത്തിലുള്ള ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സും പംകിനിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കംപ്ലീറ്റ് ലിസ്റ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാം. ഇനി ഇതിൻ്റെ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലുള്ള പംകിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പറയാം. അതിലാദ്യം പറയാനുള്ളത് ഹൈപ്പോഗ്ലൈസീമിക് പ്രോപ്പർട്ടീസാണ്. അതായത് രക്തത്തിലുള്ള ഷുഗറും ഇൻസുലിൻ്റെ ലെവലും കുറച്ച് നിർത്താൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇത് പ്രമേഹ രോഗികൾക്കും പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്നവർക്കും പ്രീ ഡയബറ്റിസ് ഉള്ളവർക്കൊക്കെ വളരെയധികം ബെനിഫിഷ്യൽ ആയിരിക്കും. അപ്പോൾ അധിക ദിവസങ്ങളിലും പംകിൻ്റെ സീഡ്സോ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. ഇനി പറയാനുള്ളത് ഇതിൻ്റെ ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടീസാണ്. പലതരത്തിലുള്ള സ്റ്റഡീസിലും സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും പോസ്റ്റ് മെനോപോസൽ, അതായത് ആർത്തവ വിരാമത്തിന് ശേഷം വരാൻ ചാൻസ് ഉള്ള ക്യാൻസർ, അതും മെയിനായിട്ടും ബ്രസ്റ്റ് ക്യാൻസർ, കോളൻ ക്യാൻസർ ഒക്കെ തടയാനുള്ള കഴിവ് പംകിനിൽ അടങ്ങിയിരിക്കുന്ന ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സിനും ആൻറ്റി ഓക്സിഡൻസിനും ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡീസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ പ്രിവെൻഷനിലും പംകിന് റോൾ ഉണ്ടെന്ന് പുതിയ സ്റ്റഡീസിൽ പറയുന്നുണ്ട്. ഇത് കൂടാതെ വാർദ്ധക്യ സഹജമായിട്ട് ബ്രെയിനിനൊക്കെ ബാധിക്കുന്ന ഡീജനറേറ്റീവ് കണ്ടീഷൻസ് ആണ് ആൽസിമേഴ്സ് ഡിസീസ്. ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരാതെ നോക്കാനുള്ള കഴിവും പംകിനിൽ അടങ്ങിയിരിക്കുന്ന ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സിനുണ്ടെന്നാണ് പറയുന്നത്. ആൽസിമേഴ്സ് ഡിസീസ് മാത്രമല്ല, ഡിപ്രഷൻ പോലും തടയാനുള്ള കഴിവ് പംകിനിലുള്ള ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ലിവർ പ്രൊട്ടക്റ്റീവ് ആക്ഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അടുത്തായിട്ട് പറയാനുള്ളത് എൻ്റെ കാർഡിയോ വാസ്കുലർ ഡിസീസസിൻ്റെ പ്രൊട്ടക്റ്റീവ് പ്രോപ്പർട്ടീസാണ്. ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാതിരിക്കാനുള്ള പ്രോപ്പർട്ടീസ് മെയിനായിട്ടും പംകിൻ സീഡ്സിൽ അടങ്ങിയിരിക്കുന്ന പലതരത്തിലുള്ള അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ത്രൂ ആണ് കിട്ടുന്നത്. എത്തിറോജെനിസിസ് കുറയ്ക്കുക, രക്തക്കുഴലിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഇൻഫ്ലമേഷൻ കുറച്ച് നിർത്തുക. നമ്മളുടെ ബോഡിക്ക് കൃത്യമായിട്ടുള്ള അളവിൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ പംകിൻ സീഡ്സ് കഴിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. ഒരു സ്റ്റഡിയിൽ കണ്ടെത്തിയിട്ടുള്ളത് ടോട്ടൽ കൊളസ്ട്രോളിൻ്റെ ലെവൽ കുറയ്ക്കാനും LDL കൊളസ്ട്രോളിൻ്റെ ലെവൽ കുറയ്ക്കാനും അതേസമയം HDL കൊളസ്ട്രോളിൻ്റെ ലെവൽ ചെറുതായിട്ട് വർദ്ധിപ്പിക്കാനും പംകിൻ സീഡ്സിന് പറ്റുമെന്നാണ് പറയുന്നത്. ഇതിൽ അടങ്ങിയിരിക്കുന്ന omega-3 ഫാറ്റി ആസിഡ്സ്, omega-6 ഫാറ്റി ആസിഡ്സിൻ്റെയൊക്കെ റേഷ്യോ നമുക്ക് ഏത് രീതിയിലാണോ വേണ്ടത് അതേപോലെ തന്നെയാണുള്ളത്. പംകിൻ സീഡ്സും കഴിച്ചു കഴിഞ്ഞാൽ സ്പെർമാറ്റോജെനിസിസ് വർദ്ധിപ്പിക്കാമെന്ന് പറയുന്ന പല സ്റ്റഡീസിലും കണ്ടിട്ടുണ്ട്. ക്യാൻസറിന് വേണ്ടി ചെയ്യുന്ന ഒരു തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണ് കീമോതെറാപ്പി. കീമോതെറാപ്പി ചെയ്യുന്ന പുരുഷന്മാരിൽ അവർക്ക് സ്പെർമാറ്റോജെനിസിസ്, സ്പെർമിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് കാര്യമായിട്ടും പംകിൻ്റെ എക്സ്ട്രാക്ട്സും സപ്ലിമെൻ്റ് രൂപത്തിൽ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനെക്കുറിച്ചും കൂടുതൽ സ്റ്റഡീസിൻ്റെ ആവശ്യമുണ്ട്. അതിനെക്കുറിച്ചുള്ള റിസർച്ചസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പംകിൻ സീഡ്സിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ടിട്ടുള്ള റോൾ എന്ന് പറയുന്നത് നാടൻ മുട്ട കിട്ടാൻ വേണ്ടി കോഴികളെ വളർത്തുന്ന കർഷകർക്ക് വേണ്ടിയിട്ടാണ്. അവർ കോഴികൾക്ക് തീറ്റയായി പംകിൻ സീഡ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന മോണോ അൺസാച്ചുറേറ്റഡും പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന നാടൻ മുട്ടേൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇനി പംകിൻ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് കഴിക്കേണ്ടതെന്ന് പറയാം. നിങ്ങൾ പംകിൻ സീഡ്സ് ആണ് കഴിക്കുന്നതെങ്കിൽ ഈ വീഡിയോൻ്റെ തംബ്നെയിലിൽ നിങ്ങൾ കണ്ടതുപോലെ ഒരു കയ്യിൽ കൊള്ളുന്ന അത്രയെങ്കിലും മിനിമം ഒരു 25 മുതൽ 30 ഗ്രാമെങ്കിലും സീഡ്സ് ഒരു ദിവസം കഴിക്കാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് സ്നാക്കിൻ്റെ രൂപത്തിലോ വൈകിട്ട് നിങ്ങൾ സ്നാക്ക് കഴിക്കുന്ന സമയത്ത് വേണമെങ്കിൽ കഴിക്കാം. അല്ലെങ്കിൽ സൂപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ വെജിറ്റബിളിൻ്റെ സാലഡ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ സ്പ്രിങ്കിൾ ചെയ്തിട്ട് കഴിക്കാം. അത് ഡ്രൈ ആയിട്ടോ റോസ്റ്റഡ് ആയിട്ടോ കഴിക്കാം. ഇനി പംകിൻ സീഡ്സ് പൗഡർ ചെയ്തിട്ട് പൊടിച്ചിട്ടും കഴിക്കാവുന്നതാണ്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പം അതിലുള്ള ഫൈബർ കണ്ടന്റ് ചെറുതായിട്ട് കുറയുമെന്ന് പറയുന്നുണ്ട്. ഇനി പംകിൻ നിങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും കഴിക്കണമെന്നില്ല. പക്ഷേ ആഴ്ചയിൽ 2-3 ദിവസമെങ്കിലും പംകിൻ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ നിങ്ങൾക്കും കിട്ടാവുന്നതാണ്. കറി വെച്ചിട്ടോ തോരനായിട്ടോ ഫ്രഷായി കട്ട് ചെയ്ത സാലഡിൻ്റെ രൂപത്തിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പംകിൻ കഴിക്കാം. ജ്യൂസ് അടിച്ചിട്ട് കഴിക്കാതെ നോക്കിയാൽ മാത്രം മതി. ഇനി എനിക്കറിയേണ്ടത് നിങ്ങൾ ഏത് രൂപത്തിലാണ് പംകിൻ്റെ സീഡ്സോ കഴിക്കുന്നത്. ആ കാര്യം ഒന്ന് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. നമ്മളുടെ മറ്റുള്ള വ്യൂവേഴ്സിനും അത് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. ഇന്നത്തെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഇതുവരെ പംകിൻ്റെ സീഡ്സോ കഴിച്ച് തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കഴിച്ച് തുടങ്ങുന്നതാണ്. പക്ഷേ ഈ ഒരൊറ്റ തരത്തിലുള്ള ഭക്ഷണം മാത്രം കൂടുതൽ കഴിച്ചിട്ട് കാര്യമില്ല. നമുക്ക് വേണ്ടത് ഒരു ബാലൻസ്ഡ് ഡയറ്റാണ്. പലതരത്തിലുള്ള വെറൈറ്റി ഫുഡ് നമ്മളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ പലതരത്തിലുള്ള വൈറ്റമിൻസും മിനറൽസും എല്ലാം നമുക്ക് കിട്ടുകയുള്ളൂ. ഓരോരുത്തർക്കും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഡയറ്റാണ് വേണ്ടത്. നിങ്ങൾക്കും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ലൈക്ക് ബട്ടൻ്റെ താഴെയുണ്ട്. അതിൽ നിങ്ങളുടെ പേരും ഫോൺ നമ്പറും സബ്മിറ്റ് ചെയ്താൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. പംകിൻ മാത്രമല്ല പലതരത്തിലുള്ള ഹെൽത്തി ഫുഡിനെ കുറിച്ച് ഞാൻ പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന എല്ലാ വീഡിയോസും ഒരൊറ്റ പ്ലേലിസ്റ്റിൻ്റെ രൂപത്തിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം. സമയം കിട്ടുമ്പോൾ ആ വീഡിയോസും കൂടി കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി, ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.